ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ലീഗൽ പ്രൊവിഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പല ടൈപ്പിലുള്ള പ്രൊവിഷൻസ്, നിയമങ്ങൾ, ഇതിന്റെ പല ടൈപ്പുകളും അതിന്റെ എക്സാമ്പിളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ലീഗൽ പ്രൊവിഷൻസ്. നമുക്ക് ആദ്യം ലീഗൽ പ്രൊവിഷൻസ് എന്താണെന്ന് നോക്കാം. അതായത് ദ ടേം ലീഗൽ പ്രൊവിഷൻസ് ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ്, ക്ലോസില്ലേ, അത് ഉടമ്പടി ഇങ്ങനെയുള്ള ഓർ സെക്ഷൻസ് കണ്ടെയ്ൻഡ്. ഈ ഉടമ്പടിയിലൊക്കെ എന്തുണ്ടാവും? ലോ ഉണ്ടാവും, നിയമങ്ങളുണ്ടാവും, സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാവും, ചട്ടങ്ങൾ, റെഗുലേഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാപരമായ കാര്യങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലീഗൽ ഡോക്യുമെന്റ് ഈ ലീഗൽ ഡോക്യുമെന്റ് പറയുന്നത് റൈറ്റ്സ്, ഒരു വ്യക്തിയുടെ റൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടീസ്, അവർക്ക് എത്ര പവേഴ്സ് ഉണ്ട്, ഒബ്ലിഗേഷൻസ്, അത് അവരുടെ കർത്തവ്യങ്ങൾ, അവർ പാലിക്കേണ്ട പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം പറയുന്ന ഒന്നിനെയാണ് ലീഗൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ലീഗൽ പ്രൊവിഷൻസ് ഫോം ദ ഓപ്പറേറ്റീവ് പാർട്ട് ഓഫ് ലെജിസ്ലേഷൻ. അതായത് ഒരു ലെജിസ്ലേഷൻ, ഒരു നിയമവ്യവസ്ഥയിലെ ഓപ്പറേറ്റീവ് പാർട്ടാണ് ലീഗൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആർ ലീഗലി എൻഫോഴ്സബിൾ. അത് നിയമപരമായിട്ട് നടപ്പിലാക്കുന്ന ഒന്നാണ് ഇത്. അപ്പം ഈ ലീഗൽ പ്രൊവിഷൻസിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ലീഗൽ പ്രൊവിഷൻസിന് ഒരു ഡെഫിനിഷൻ വരുന്നുണ്ട്. ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ലീഗൽ പ്രൊവിഷൻ ഇസ് എ സ്പെസിഫിക് റൂൾ ഓർ റിക്വയർമെന്റ്. ഒരു ആവശ്യകത, ഒരു റൂളോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആവശ്യകതയാണ് എന്തിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ദാറ്റ് ഗവേൺസ് ദ കോണ്ടക്ട് ഓഫ്. അതായത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, നിയമപരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒന്നാണ്. അത് ഗവേൺസ് ദ കോണ്ടക്ട് ഓഫ് ഇൻഡിവിജ്വൽ. അതായത് വ്യക്തികളുടെ സ്വഭാവം, ബിസിനസ്സുകളുടെ സ്വഭാവം, അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഒക്കെ സ്വഭാവം, അവർ എങ്ങനെ അതായത് നല്ല നടത്തിപ്പ്, നല്ല നേർവഴിക്ക് നടത്തിക്കുക എന്നുള്ളൊരു ആണ് എൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അത് മാത്രമല്ല പ്രൊവൈഡ്സ് ദ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ എൻഫോഴ്സിങ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ. അതായത് അവരുടെ കർത്തവ്യങ്ങളും അവരുടെ റൈറ്റ്സും അവരുടെ അവകാശങ്ങളും കുറിച്ചുള്ള ഒരു ലീഗലായിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിനെയാണ് ഈ പറയുന്നത് ലീഗൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ ഡെഫിനിഷനായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ പ്രത്യേകത നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ലീഗൽ പ്രൊവിഷൻസ്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ലീഗലി ബൈൻഡിങ് ആണ്. അതിനൊരു നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണിത്. അതായത് ദേ മസ്റ്റ് ബി ഫോളോഡ് ബൈ ആൾ പേഴ്സൺസ് ഓർ എൻറ്റൈറ്റീസ് ടു ഹൂം ദേ അപ്ലൈ. ആർക്കൊക്കെ അത് ആപ്ലിക്കബിൾ ആണോ അതെല്ലാവരും ഒരുപോലെ പാലിക്കേണ്ട ഒന്നാണ് ഈ ലീഗൽ ബൈൻഡിങ് എന്ന് പറയുന്നത്. രണ്ടാമത് എൻഫോഴ്സബിൾ ആണ്. അതായത് ഒരു ആജ്ഞ നിറവേറ്റുകയാണ്. അത് നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു കടമയുണ്ട്. അതായത് കോർട്സ് ഓർ ഗവൺമെന്റ് അതോറിറ്റീസ് ക്യാൻ എൻഫോഴ്സ് കംപ്ലയൻസ്. അതായത് ആജ്ഞ അനുസരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റോ അല്ലെങ്കിൽ കോടതിക്കോ ഫോഴ്സ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അടുത്ത ക്ലിയർലി ഡിഫൈൻഡ് ആണ്. അതായത് ക്ലിയർ ആയിട്ട് റൈറ്റ്സ് ഏതൊക്കെയാണെന്നും ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്നും ഏതൊക്കെയാണ് പെനാൽറ്റീസ് എന്നും പ്രൊസീജിയേഴ്സ് എന്നും എല്ലാം ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തത് ആപ്ലിക്കബിൾ ടു എവ്രി വൺ കവേർഡ്. അതായത് ആർക്കൊക്കെയാണോ ഇത് ഉള്ളത് അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്, ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. ദേ അപ്ലൈ ഈക്വലി ടു ആൾ പേഴ്സൺസ് ഓർ ഓർഗനൈസേഷൻസ് വിത്തിൻ ദെയർ സ്കോപ്പ്. ഇതിന്റെ വ്യാപ്തി ആർക്കൊക്കെ ഉണ്ടോ അത് എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ് ഈ ലീഗൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അടുത്തത് ക്രിയേറ്റഡ് ബൈ കമ്പീറ്റന്റ് അതോറിറ്റി. അതായത് കമ്പീറ്റന്റ് അതോറിറ്റിയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ദേ ആർ എനാക്റ്റഡ് ബൈ ലെജിസ്ലേറ്റർ. അതായത് നിയമനിർമ്മാണ സഭയല്ലേ ഓർ അതർ ഓതറൈസ്ഡ് ബോഡീസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലീഗൽ പ്രൊവിഷൻസിന്റെ ടൈപ്സ് നോക്കാം. ടൈപ്സ് ഓഫ് ലീഗൽ പ്രൊവിഷൻസ്. അതിൽ ആദ്യത്തെ മാൻഡേറ്ററി പ്രൊവിഷൻസ് ആണ്. മാൻഡേറ്ററി എന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ട കാര്യങ്ങൾ. ദീസ് ഇമ്പോസ് കമ്പൽസറി ഡ്യൂട്ടീസ് ആണ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ നമുക്കറിയാം. ഇൻകം ടാക്സ് പേ ഇൻകം ടാക്സ് ഒരു കമ്പൽസറി ആണ്, മാൻഡേറ്ററി പ്രൊവിഷൻ ആണ്. പിന്നെ ഒരു വാഹനം മേടിച്ചത് നിരത്തിൽ ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടത് ഒരു മാൻഡേറ്ററി ആണ്. ലൈക്ക് ഒബ്റ്റെയിനിങ് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ബിഫോർ ഡ്രൈവിംഗ്, ലൈക്ക് ഫെയിലുവർ ടു കംപ്ലൈ യൂഷ്വലി റിസൾട്ട്സ് ഇൻ ലീഗൽ പെനാൽറ്റീസ്. ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ലീഗലായിട്ടുള്ള പെനാൽറ്റീസ്, ലൈസൻസ് ഇല്ലാത്തവർക്ക് പോലീസ് പെറ്റിയടിച്ച് കൊടുക്കത്തില്ലേ, അതാണ് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് പ്രൊഹിബിറ്ററി പ്രൊവിഷൻസ് ആണ്. പ്രൊഹിബിറ്ററി പ്രൊവിഷൻസ് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ചില കാര്യങ്ങൾ പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന്, തടയുന്നതിന് വേണ്ടി. ഏതൊക്കെയാണ്? ദീസ് പ്രൊഹിബിറ്റ് certain ആക്ട്സ്. ചില പ്രവൃത്തികൾ തടയുന്നതിന്. എക്സാമ്പിൾ ലോസ് പ്രൊഹിബിറ്റിംഗ് തെഫ്റ്റ്, മോഷണം തടയുന്നതിന് ഒരു പ്രൊവിഷൻ. ലോസ് പ്രൊഹിബിറ്റിംഗ് ചൈൽഡ് ലേബർ തടയുന്നതിന് വേണ്ടിയിട്ട്. ലോസ് പ്രൊഹിബിറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഡയറക്ടർക്ക് അറിയാം അതിൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ആവാൻ പോവുകയാണ് എന്ന് കമ്പനിയുടെ ഡയറക്ടർക്ക് അറിയാം. അപ്പോഴത്തേക്ക് ആ പബ്ലിക്കിനെ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹം ആ കമ്പനിയുടെ ഷെയർ മേടിക്കുകയാണ്. ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടത്തില്ലേ? ഇങ്ങനെയുള്ള ഡയറക്ടർ ഒക്കെ അങ്ങനെ ഷെയർ മേടിച്ചുവിടാം. ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊഹിബിറ്ററി പ്രൊവിഷൻസ് കൊണ്ടുവരുന്നത്.
അടുത്ത പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എനേബിളിംഗ് പ്രൊവിഷൻ എന്ന് പറയും. അതായത് പെർമിസീവ് പ്രൊവിഷൻ, അല്ലെങ്കിൽ ഒരു പെർമിഷൻ കൊടുക്കുന്നതിന് വേണ്ടി. ഇപ്പം അതിന് ഉദാഹരണങ്ങളുണ്ട്. അതിന് മുമ്പ് ഇപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. ദീസ് ഗ്രാൻഡ് ലീഗൽ പവേഴ്സ് ഓർ റൈറ്റ്സ്, അതായത് ലീഗലി വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് പവേഴ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ കൊടുക്കുന്ന ഒന്നാണ് എനേബിളിംഗ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ഒരു എനേബിളിംഗ് പ്രൊവിഷനാണ്. നമുക്ക് ഒരു ഇഷ്ടമുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു അവകാശം. ഓക്കെ, അത് എലിജിബിലിറ്റി അനുസരിച്ച്. അടുത്തത് the authority of a local government to levy certain taxes. ഒരു ലോക്കൽ ഗവൺമെന്റിന് ഇൻഡിവിജ്വൽസിന്റെ മേൽ അല്ലെങ്കിൽ ചില ഫേംസിന്റെ മേലിലൊക്കെ ടാക്സ് ഏർപ്പെടുത്താനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ എനേബിളിംഗ് പ്രൊവിഷൻസിൽ വരുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് പ്രൊസീജിയറൽ പ്രൊവിഷൻസ് ആണ്. അതായത് ദീസ് സ്പെസിഫൈ ഹൗ ലീഗൽ പ്രോസസ്സസ് ആർ ക്യാരിഡ് ഔട്ട്. അതായത് എങ്ങനെ ഒരു ലീഗൽ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുമെന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ എന്തൊക്കെ ലീഗൽ പ്രോസസ് വന്നത്, ഇപ്പം ഒരു ലോ സ്യൂട്ട്, ഇപ്പോൾ ഒരാൾക്കെതിരെ അല്ലെങ്കിൽ ഒരു കമ്പനിക്കെതിരെ കേസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഈ ഫയലിംഗ് കേസ് എന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് ആണ് അത് കേസ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഒരു പ്രൊസീജിയറൽ പ്രൊവിഷനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റിസ് കിട്ടണം എന്നുള്ളത്. അടുത്ത അപ്പീലിംഗ് എ കോർട്ട് ജഡ്ജ്മെൻറ്റ്. ഒരു കോടതിയുടെ വിധി അതിനെതിരെ അപ്പീൽ ചെയ്യുകയാണ്. ഇപ്പം ഒരു വിധി നടപ്പിലാക്കി അത് ക്യാൻസൽ ചെയ്യുന്ന അല്ലെങ്കിൽ നീട്ടി വെക്കുന്നതിനൊക്കെ അപ്പീൽ ചെയ്യുകയാണ്. അത് ഒരു പ്രൊസീജിയർ പ്രൊവിഷനാണ്. അടുത്തത് രജിസ്റ്ററിങ് എ കമ്പനി. അത് പ്രൊസീജിയർ പ്രൊവിഷനാണ്. നമുക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ലൈസൻസിങ് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ കൊടുക്കുന്ന ലൈസൻസിങ് ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു പ്രൊസീജിയർ പ്രൊവിഷനാണ്. ചില കാര്യങ്ങൾ മീറ്റ് ചെയ്താൽ മാത്രമേ, ചില റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്താൽ മാത്രമേ ഗവൺമെൻറ് കമ്പനിക്ക് ലൈസൻസ് കൊടുക്കത്തുള്ളൂ. ഇതെല്ലാം പ്രൊസീജിയറൽ പ്രൊവിഷൻസിൽ വരുന്നതാണ്. അടുത്തത് പീനൽ പ്രൊവിഷൻസ് ആണ്. അതായത് ഇതെന്ന് പറയുന്നത് ദീസ് പ്രിസ്ക്രൈബ് പണിഷ്മെൻറ്റ്സ് ഫോർ വയലേഷൻസ്. അതായത് ചില വയലേഷൻസ് നടക്കുമ്പോൾ കൊടുക്കുന്ന പണിഷ്മെൻറ്റ്. ഇപ്പോൾ ഫൈൻ അടിച്ചു കൊടുക്കുമ്പോൾ, ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഫൈന്, സീറ്റ് ബെൽറ്റിലെ ഫൈൻ, ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് ആണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഇംപ്രിസൺമെൻറ്റ്, ജയിലിൽ പിടിച്ചിടാം, ക്യാൻസലേഷൻ ഓഫ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നത്, ഇതൊക്കെയാണ് പീനൽ പ്രൊവിഷൻസിൽ വരുന്നത്. എല്ലാം പെനാൽറ്റി കൊടുക്കുന്ന, അതായത് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തില്ലെന്നുണ്ടെങ്കിലുള്ള പണിഷ്മെൻറ്റ്സ് ആണ് ഇതൊക്കെ. നമുക്ക് ഇനി ലീഗൽ പ്രൊവിഷൻസിലെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ലേബർ ലോയുമായിട്ട് സംബന്ധിച്ച് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മിനിമം വേജ് കൊടുത്തിരിക്കണം, അതൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഒരു വർക്കറിന് മിനിമം ഇത്ര വേജ് കൊടുക്കണമെന്ന് ലീഗലി പറയുന്നുണ്ട്. അടുത്തത് മാക്സിമം വർക്കിംഗ് അവേഴ്സ് ആർ റെഗുലേറ്റഡ്. ഇപ്പം ഒരു ലേബറിന് ഇത്ര നേരമേ 24 hours ഇത്ര നേരമേ വർക്ക് ചെയ്യിപ്പിക്കാവൂ, അത് ലീഗലി ഒരു പ്രൊവിഷനാണ്. അടുത്ത എംപ്ലോയീസ് ആർ എൻറ്റൈറ്റിൽ ടു സർട്ടൺ ലീവ് ബെനിഫിറ്റ്സ്. അവർക്ക് കൃത്യമായിട്ടുള്ള ലീവ് ബെനിഫിറ്റ്സ്, ക്യാഷ് ലീവ്, അങ്ങനെയുള്ള എമർജൻസി ലീവുകളുടെ ലീവുകൾ കൊടുത്തിരിക്കണം എന്നുള്ളൊരു പ്രൊവിഷനാണ്. എംപ്ലോയേഴ്സ് മസ്റ്റ് എൻഷുർ വർക്ക് പ്ലേസ് സേഫ്ലി. അതായത് വർക്ക് പ്ലേസ്, അതായത് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വർക്കിംഗ് കണ്ടീഷൻ വെച്ചാൽ നല്ല ഒരു വർക്കിംഗ് കണ്ടീഷൻ, അതായത് ഹെൽത്തി ആയിട്ടൊരു വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കണം. ഇതൊക്കെ ലീഗൽ പ്രൊവിഷൻസിൽ വരുന്നതാണ്. അടുത്ത കമ്പനി ലോ ആണ്. അതായത് കമ്പനീസ് മസ്റ്റ് മെയിൻറ്റെയിൻ പ്രോപ്പർ അക്കൗണ്ടിങ് റെക്കോർഡ്. ഓരോ കമ്പനികളും പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡുകൾ സൂക്ഷിക്കണം. ഓക്കെ, അത് അവർക്കും നല്ലതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് അവർക്ക് ലോൺ എടുക്കുന്നതിന്, പിന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ കേട്ടോ. അടുത്തത് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മസ്റ്റ് ബി പ്രിപ്പയർഡ്. അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉറപ്പായിട്ടും അത് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ ഡയറക്ടേഴ്സ് ഹാവ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടീസ്. അതായത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചില ഡ്യൂട്ടീസ് ഡയറക്ടേഴ്സിനുണ്ട്. അത് ആരുമായിട്ടുള്ള വിശ്വാസം, ഇപ്പം കസ്റ്റമേഴ്സുമായിട്ടുള്ള വിശ്വാസം, എംപ്ലോയീസുമായിട്ടുള്ള വിശ്വാസം. ഓക്കെ, അപ്പോൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തത് സർട്ടൺ കമ്പനീസ് മസ്റ്റ് അണ്ടർഗോ സ്റ്റാറ്റുറ്ററി ഓഡിറ്റ്സിന് വിധേയമാകണം. ഒരു ഇല്ലീഗലായിട്ടല്ല ഒരു ബിസിനസ് നടത്തുന്നത്. കറക്റ്റായിട്ട്, അതായത് വരവ് ചെലവെല്ലാം കറക്റ്റായിട്ട് ഉണ്ട്, ടാക്സ് എല്ലാം കറക്റ്റായിട്ട് പേ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കമ്പനി ലോയിൽ വരുന്നതാണ്. അടുത്ത എൻവയോൺമെൻറ്റൽ ലോ ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഇൻഡസ്ട്രീസ് മസ്റ്റ് കംപ്ലൈ വിത്ത് പൊല്യൂഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്. അതായത് പൊല്യൂഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അതായത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ എടുക്കുക. അതായത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എത്രത്തോളം കോസ്റ്റ് ഒരു കമ്പനിക്ക് ഉണ്ടാവുന്നു, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ടോ, അതോ കമ്പനിയോട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഈ ഡിഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് കമ്പനി ലൈസൻസ് കൊടുക്കുന്നത് തന്നെ. ഓക്കെ, അപ്പം ഇതെല്ലാം കറക്റ്റായിട്ട്, അത് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ആ ഒരു പൊല്യൂഷൻ കൺട്രോൾ കറക്റ്റ് പാലിച്ചിരിക്കണം എന്നുള്ളൊരു എൻവയോൺമെൻറ്റൽ ലാ ഉണ്ട്. അടുത്തത് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസസ് മേ ബി റിക്വയർഡ് ബിഫോർ സ്റ്റാർട്ടിങ് സ്പെസിഫൈഡ് പ്രൊജക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസസ് വേണം. നേരത്തെ പറഞ്ഞ പോലെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും. അതായത് പരിസ്ഥിതിക്ക് ദോഷം തട്ടുന്ന രീതിയിലൊക്കെ ചെക്ക് ചെയ്യും. അടുത്ത ഹസാർഡസ് വേസ്റ്റ് മസ്റ്റ് ബി ഡിസ്പോസ്ഡ് ഓഫ് അക്കോർഡിംഗ് ടു ലീഗൽ റിക്വയർമെൻറ്റ്. എന്തെങ്കിലും കെമിക്കൽ വേസ്റ്റുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലീഗലി പറയുന്ന രീതിയിൽ, വെറുതെ എവിടെയെങ്കിലും കൊണ്ട് വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാതെ കറക്റ്റായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ അത് സംസ്കരിച്ചിരിക്കണം. ഇതൊക്കെ എൻവയോൺമെൻറ്റൽ ലോയിൽ വരുന്നതാണ്.
അടുത്തെന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ ആണ്. ഇപ്പോൾ ഒരു കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് നിയമവശങ്ങളുണ്ട്. ഇപ്പം കൺസ്യൂമേഴ്സ് ഹാവ് റൈറ്റ്സ് എഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസുകൾ അവരെ പറ്റിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാം. അടുത്തത് ബിസിനസ്സസ് മസ്റ്റ് നോട്ട് എൻഗേജ് ഇൻ മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്. അത് സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള പരസ്യങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് അത് ഫൈൻ അടയ്പ്പിക്കുക, അത് നീക്കം ചെയ്യും. അത് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ ആണ്. അടുത്ത കൺസ്യൂമേഴ്സ് മേ സീക്ക് റെമഡീസ് ഫോർ ഡിഫക്റ്റീവ് ഗുഡ്സ് ഓർ ഡെഫിഷ്യൻ്റ് സർവീസ്. മോശമായ സർവീസ് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മോശമായ ഗുഡ്സ് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് റെമഡീസ് പരിഹാര മാർഗം, അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ആ ഒരു നിയമപരമായിട്ടുള്ള രീതിയിലേക്ക് നീങ്ങാനുള്ള അവകാശം കൺസ്യൂമറിനുണ്ട്. അത് ലോ ആണ്. ഇനി നമുക്ക് ഈ ലീഗൽ പ്രൊവിഷൻസിൻ്റെ പ്രാധാന്യം എന്താണ് ഇതിൻ്റെ പ്രാധാന്യം, ഇത് എന്തിനാണ് നടപ്പിലാക്കുന്നത്? ഇപ്പം ഒന്നാമത്തെ മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, അതായത് വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പ്രൊമോട്ട് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ്, നീതി നടപ്പിലാക്കുന്നു. റെഗുലേറ്റ് ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, ബിസിനസ് ആക്ടിവിറ്റി കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയൊക്കെ റെഗുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നല്ല നടത്തിപ്പ്, അത്രേ ഉള്ളൂ. അടുത്ത് പ്രൊട്ടക്റ്റ് വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ട്, ഇതെല്ലാം നേരത്തെ പറഞ്ഞതാണ്. അടുത്ത പ്രൊവൈഡ് ലീഗൽ സെർട്ടൻറ്റി ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ്. അത് ഒരു ലീഗലായിട്ടുള്ളൊരു സെർട്ടൻറ്റി ഇൻഡിവിജ്വൽസിന് ഓർഗനൈസേഷൻസിലേക്ക് ഒരു ലീഗൽ സെർട്ടൻറ്റി കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ലീഗൽ പ്രൊവിഷൻസിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണുള്ളത്? ഒന്നാമത്തെ എസ്റ്റാബ്ലിഷ് ക്ലിയർ സ്റ്റാൻഡേർഡ്സ് ഓഫ് കോണ്ടക്ട്. അത് ഒരു നല്ല നടത്തിപ്പ്, എല്ലാവരുടെയും സ്വഭാവം നന്നായിട്ട്, അതായത് എല്ലാവരുടെയും മോശമായിട്ടുള്ള സ്വഭാവം അത് നിയമപരമായിട്ട് വിലക്കി അവരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അടുത്തത് പ്രൊട്ടക്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താല്പര്യം സംരക്ഷിക്കുന്നു, അല്ലേ? അടുത്ത എൻഷുർ അക്കൗണ്ടബിലിറ്റി, അത് വിശ്വാസ്യത ഉണ്ടാകുന്നു. എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത് പരാതി പറയാൻ ഒരാളുണ്ടെന്നുള്ളൊരു വിശ്വാസ്യത. അതായത് ഫെസിലിറ്റേറ്റ് ദ റെസൊല്യൂഷൻ ഓഫ് ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾക്ക് പരിഹാരം. പ്രൊമോട്ട് ട്രാൻസ്പാരൻസി ആൻഡ് ഗുഡ് ഗവേണൻസ്, നല്ല ഒരു ഗവേണൻസ് കൊണ്ടുവരുന്നു, സുതാര്യതയും നല്ലൊരു ഗവേണൻസെ കൊണ്ടുവരുന്നു. ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ നല്ലതാണ്, എന്നാൽ അതിന് അഡ്വാൻറ്റേജസ് മാത്രമല്ല ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതിൽ ആദ്യം എന്ന് പറയുന്നത് മേ ബിക്കം ഔട്ട്ഡേറ്റഡ്. കറക്റ്റായിട്ട് അമെൻഡ് ചെയ്ത് വ്യത്യാസങ്ങൾ വരുത്തി അമെൻഡ് ചെയ്ത് കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ അത് ഔട്ട്ഡേറ്റഡ് ആയിപ്പോകും, പഴയ കാല നിയമമായി പോകും. അടുത്തത് കോംപ്ലക്സ് ലീഗൽ ലാംഗ്വേജ്. അവർ ഉപയോഗിക്കുന്ന ലീഗൽ ലാംഗ്വേജ് ഒക്കെ വളരെ കോംപ്ലക്സ് ആയിട്ട് ആൾക്കാർക്ക് പൊതുജനത്തിന് മനസ്സിലാകാൻ പറ്റാത്ത ലാംഗ്വേജ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു നടപ്പിലാക്കൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഓക്കെ. അടുത്ത എൻഫോഴ്സ്മെൻറ്റ് മേ വേരി അക്രോസ് ജൂറിസ്ഡിക്ഷൻ. അത് ഓരോ അധികാര പരിധികളുണ്ട്. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ചിലപ്പോൾ നല്ലൊരു പോലീസ് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ സർക്കിളിൽ വരുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള നിയമപാലനം ഉറപ്പുവരുത്തും. എന്നാൽ ഇത് കറക്റ്റായിട്ട് എല്ലായിടത്തും ഒരുപോലെ നടപ്പിലാക്കണമെന്നില്ല, വേരി ചെയ്യും. ഇതൊരു പോരായ്മയാണ്. കംപ്ലയൻസ് ക്യാൻ ഇമ്പോസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ഫൈനാൻഷ്യൽ കോസ്റ്റ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കംപ്ലയൻസ്, അതായത് നിയമം ആജ്ഞ അനുവർത്തിക്കണം, ഫോഴ്സ് ചെയ്ത് ആജ്ഞ അനുവർത്തിക്കുന്ന രീതി കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിന് ചില കോസ്റ്റുകളൊക്കെ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകളൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാം എന്താണ് പോലീസിനുള്ള ചിലവ്, അവരുടെ ട്രാവൽ എക്സ്പെൻസ്, എല്ലാ ചിലവുകളും ഇതിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള ലീഗൽ പ്രൊഫഷൻസിന് വെൽ നോൺ ആയിട്ടുള്ള ചില എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ. അതിൽ ഒന്നാമത് നമ്മുടെ ഭരണഘടന തന്നെയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമുക്ക് അവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്, നമുക്കറിയാം. അതിൻ്റെ പവേഴ്സ് ഓഫ് ഗവൺമെൻറ്, ഇതെല്ലാം ഇന്ത്യയിൽ ഉള്ള ഉദാഹരണമാണ്. പിന്നെ കമ്പനീസ് ആക്ട് ഉണ്ട്. ഇപ്പോൾ 2013 വരുന്ന കമ്പനീസ് ആക്ട് കാണുന്നുണ്ടെങ്കിൽ റൂൾസ് റിലേറ്റിംഗ് ടു ഇൻകോർപ്പറേഷൻ, ഗവേണൻസ് ആൻഡ് ഓഡിറ്റിംഗ് ഓഫ് കമ്പനീസ്, ഇതെല്ലാം, അതായത് കമ്പനിയുടെ നടത്തിപ്പ്, അതിൻ്റെ ഗവേണൻസ്, ഓഡിറ്റിംഗ്, ഇതെല്ലാം വരുന്ന ആക്ടാണ് കമ്പനീസ് ആക്ട് 2013. ഇത് രണ്ടും ലീഗൽ പ്രൊവിഷൻസ് ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ്. അടുത്ത ഉദാഹരണം എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019, റൈറ്റ്സ് ആൻഡ് റെമഡീസ് ഫോർ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആക്ട് ഉണ്ട്. പിന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇതെന്ന് പറയുന്നത് മെഷേഴ്സ് ഫോർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ആണ് ഇത് വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞായിരുന്നു. അടുത്ത കോഡ് ഓൺ വേജസ് 2019 വന്നൊരു ആക്ടാണ്. ഇപ്പോൾ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു വേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മിനിമം വേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈക്വൽ റിമ്യൂണറേഷൻ, എല്ലാവർക്കും ഒരുപോലെ വേതനം കൊടുക്കണം, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ. ഇതെല്ലാം ഇന്ത്യയിലുള്ള ലീഗൽ പ്രൊവിഷൻസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.